ഇന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ഒരു പട്ടണമാണ് കന്യാകുമാരി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റത്തെ മുനമ്പാണ് കന്യാകുമാരി. ബ്രിട്ടീഷ് ഭരണകാലത്ത് കേപ്പ് കോമറൻ എന്നറിയപ്പെട്ടിരുന്നു. വിനോദസഞ്ചാരത്തിന് അതീവ പ്രാധാന്യമുള്ള ഈ പട്ടണത്തിൽ മനോഹരമായ കടൽ തീരവും പ്രസിദ്ധമായ കന്യാകുമാരി ബാലാംബിക ക്ഷേത്രവും വിവേകാനന്ദ പാറയും സ്ഥിതി ചെയ്യുന്നു. ഏറ്റവും അടുത്തുള്ള പ്രധാന നഗരം കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരമാണ്. ഒരു കൗമാര പെൺകുട്ടിയുടെ രൂപത്തിലുള്ള ആദിപരാശക്തിയായ ഭഗവതിയാണ് ദേവി കന്യാകുമാരി. ശ്രീ ബാലാംബിക എന്നും ശ്രീ ബാല എന്നും അറിയപ്പെടുന്നു. ജഗദീശ്വരിയായ ആദിശക്തി അഥവാ ദുർഗ അഥവാ പാർവതി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. തമിഴ്നാട്ടിലെ പ്രസിദ്ധമായ കന്യാകുമാരിയിലാണ് ഈ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ സംഗമസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം ഇന്ത്യയുടെ തെക്കൻ മുനമ്പിലാണ് സ്ഥിതി ചെയ്യുന്നത്. കന്യാ ഭഗവതി, ദേവി കുമാരി എന്നിവയുൾപ്പെടെ പല പേരുകളിലും അറിയപ്പെടുന്നു. ഭക്തന്മാർ ശ്രീ മഹാകാളിയായും ആരാധിക്കുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ പരശുരാമൻ നടത്തിയെന്നാണ് വിശ്വസിക്കുന്നത്. പുരാതന കേരളത്തിന്റെ രക്ഷയ്ക്കായി പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ 4 അംബികാലയങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. കൊടുങ്ങല്ലൂർ മൂകാംബിക, കൊടുങ്ങല്ലൂർ ലോകാംബിക, പാലക്കാട് ഹേമാംബിക എന്നിവയാണ് മറ്റ് 3 ക്ഷേത്രങ്ങൾ. ജഗദീശ്വരിയായ ആദിപരാശക്തിയുടെ അവതാരമായ കന്യാകുമാരി എന്ന ഭഗവതി ബാലാംബിക എന്നറിയപ്പെടുന്നു. പുരാതന കേരളത്തിന്റെ രക്ഷയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട 4 അംബികമാരിൽ ഒരാൾ കൂടിയാണ് കന്യാകുമാരി. കന്യാകുമാരിയുടെ പരമശിവനുമായുള്ള വിവാഹം തടസ്സപ്പെട്ടെന്നും വിവാഹത്തിനായി തയ്യാറാക്കിയ അരിയും മറ്റു ധാന്യങ്ങളും പാചകം ചെയ്യാനാകാതെ പോയെന്നുമാണ് ഐതിഹ്യം. ഇന്നും സന്ദർശകർക്ക് നടക്കാതെ പോയ ഈ വിവാഹത്തിന്റെ സ്മരണാർത്ഥം അരിയുടെ രൂപത്തിലുള്ള കല്ലുമണികൾ ഇവിടെ നിന്നും വാങ്ങാം. അവിവാഹിതയായി തന്നെ തുടരുന്ന കന്യാകുമാരി ദേവി സന്ദർശകരെ അനുഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ദർശനം നടത്തിയാൽ അവിവാഹിതർക്ക് പെട്ടെന്ന് വിവാഹം നടക്കുമെന്നും ഉത്തമ ദാമ്പത്യം ലഭിക്കുമെന്നും സങ്കല്പമുണ്ട്. ഹനുമാൻ അമർത്യതയ്ക്കുള്ള മൃതസഞ്ജീവനി പർവ്വതം ഹിമാലയത്തിൽ നിന്ന് ലങ്കയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൽ നിന്നും ഒരു കഷ്ണം ഇവിടെ വീണുപോയെന്നും അങ്ങനെയാണ് കന്യാകുമാരിയിലെ മരുത്വമല ഉണ്ടായതെന്നും മറ്റൊരു ഐതിഹ്യമുണ്ട്. കന്യാകുമാരി പ്രദേശത്ത് കാണപ്പെടുന്ന അനേകം ഔഷധ സസ്യങ്ങൾ പ്രകാരമാണത്രേ ഉണ്ടായത്. സിദ്ധം, ആയുർവേദം, വർമ്മകല എന്നീ പാരമ്പര്യ ചികിത്സാ മുറകളും കന്യാകുമാരി ജില്ലയിൽ പ്രബലമാണ്.